അല്ല അതെന്താ വെച്ചാൽ ഒന്നാമതായിട്ട് എനിക്കങ്ങനെ സുഹൃത്ത് പോലെ ഇല്ല, ഞാനത് കീപ്പ് ചെയ്യാറില്ല. എസ്പെഷ്യലി സിനിമാക്കാരായിട്ട് ഞാൻ. പക്ഷെ ഇങ്ങനെ നടന്നിട്ടില്ലേ? അല്ല ഞാൻ പറയട്ടെ. അപ്പോൾ അപ്പം ഇങ്ങനെ സുഹൃത്ത് പോലെ കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അപ്രോച്ചബിൾ അല്ല, ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം ഒരാൾ വിളിക്കുമ്പോൾ എന്ത് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒഴിവാക്കി കൊടുക്കുന്നതാണുള്ളത്. അപ്പോൾ ചില ആളുകൾ പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇപ്പം ആത്മഹത്യ ഭീഷണിയൊക്കെ. എനിക്കിനി പിന്നെ എന്താണ് ഈ സിനിമ ഇതായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് ഒരാൾ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, റിയലായി പറയുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ വലിയ സിനിമയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില സിനിമകൾ കാണുമായിരിക്കും. അതായത് എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല, ഇനി ഇട്ടാൽ തന്നെ എനിക്ക് റീച്ച് ഇല്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ പോലും ഇറങ്ങിയതും പോയതും അറിയാത്ത സിനിമകളുണ്ടോ ചിലത്, അപൂർവം ചില സിനിമകൾ വളരെ ചെറിയ. അതായത് ഞാൻ സിനിമയെ പൊതുവെ ഒരു 4 തട്ടായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാണ് അത് ഇതിന് കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ നിങ്ങൾ ഡിവേറ്റ് കൊണ്ടാണ് വെച്ചിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. പക്ഷെ അത് രണ്ടും ഏറെക്കുറെ കൈക്കൂലെന്ന് പറയാൻ പാടില്ല, വേണമല്ലേ? ഇപ്പൊ പരിചയം ഇപ്പം ഞാൻ പേഴ്സണലി അല്ല അങ്ങനെ ഞാൻ പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് പേഴ്സണലി അശ്വന്തിനെ പരിചയമുള്ള ആള് വിളിച്ചു പറഞ്ഞ ഇല്ല സിനിമ ഏതാന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ആത്മഹത്യ ഭീഷണി കൊണ്ട് മാറ്റിയതല്ല അത്. ഏതാ അവരുടെ സിനിമ അല്ല, ഞാൻ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ 1-2-3 സിനിമകൾ അങ്ങനെ ചെയ്തിരുന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്തായാലും നമുക്ക് എനിക്ക് തന്നെ കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പേരെടുത്ത് പറയുന്നത് ഒമർ ലുലുവിൻ്റെ ആണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പുള്ളി. എനിക്ക് ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ഞങ്ങൾ ഭയങ്കര അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സിനിമ ഞാൻ ചെയ്യാറില്ല. മറ്റ് നിങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3 സിനിമകൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ വേറെ ആരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ നാളെ സുമേഷിൻ്റെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 100% നിങ്ങൾ കൈക്കൂലി എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് 100% ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ആത്മഹത്യയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ലൈഫ് ലോങ് നമ്മൾ. പിന്നെ അത് ആത്മഹത്യ ഭീഷണി എന്നല്ല, അവര് തീർന്ന് തോന്നി വിടുന്നതാണ്. അത് വലിയ സിനിമയല്ല. 50 കോടി 100 കോടി ഒരാൾ മുടക്കിയിട്ട് ഇത് അയാളോട് ആര് പറഞ്ഞിട്ട് ഇത്രയും മുടക്കാൻ നമുക്ക് ചെറിയ ഇത് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നഷ്ടം പറ്റി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ 3 സിനിമയാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളൂ. സിനിമയുടെ പേര് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. 3 സിനിമ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഇൻസൈഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ. കറക്റ്റായിട്ട് 3 സിനിമ. 3 സിനിമ ആ 3 സിനിമയിൽ 2 സിനിമ ഒരു ഡയറക്ടർ സിനിമ. ഒന്ന് വേറെ, അത് ഡയറക്ടർ നോക്കിയിട്ടല്ല, അത് പ്രൊഡ്യൂസർ. വല്ലാതെ കഷ്ടം പറഞ്ഞു. പക്ഷെ വലിയ ഭയങ്കര മില്യനേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ് ഒന്നും വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ചെയ്യില്ല. അവർ വെറും ലാഭത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ചിലത് ജെന്യൂൻ കേസാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഓൾ ഓഫ് ദം വർ സ്മോൾ ഫിലിംസ്. അതായത് ഒഴിവാക്കിയാലും അവർക്കും പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ സിനിമ ആരും കാണാൻ പോകുന്നില്ല, OTT പോലും എടുക്കൂല. ഛേദമില്ലാത്ത ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ എനിക്കൊന്ന് അശ്വന്ത് റിവ്യൂ ചെയ്തപ്പം ആളുകൾ അറിഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് അറിഞ്ഞ സിനിമകൾ ഇപ്പൊ ആൾക്കാർ വിളിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ചെറിയ സിനിമയുടെ ആൾക്കാരുണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. അതായത് അവരുടെ സിനിമ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു പ്രസ് മീറ്റിങ്ങിന് വിളിക്കാമല്ലോ, ഞങ്ങളെ സിനിമ തകർത്തു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മൈൻഡാക്കാടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു ഗ്രൗണ്ട് ഇല്ല അവർക്ക്. അപ്പോൾ ചില നിർമ്മാതാക്കളും വിളിച്ച് പറയാറുണ്ട്, ഞാൻ വഴിയല്ലെങ്കിലും ഞാൻ കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ പറയും ഇന്ന സിനിമ കാണുമെന്ന് നിർമ്മാതാവ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല, നെഗറ്റീവ് പറഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകൾക്ക് എന്താ അറിയോ, റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും. ചില സിനിമ ഇറങ്ങിയാൽ പോയതാരും അറിയുന്നില്ല, പിന്നെ അവർക്ക് OTT പോലും കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല, അവർ 0 ആയിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം, ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാനെങ്ങനെ എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഞാൻ സ്കെയിൽ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും വരുമല്ലോ, അപ്പം നെഗറ്റീവായി കഴിഞ്ഞാലും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് പറഞ്ഞു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ് കോഴ്സ് കാശ് സൈഡാണ്. അതെ. ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം
മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന ഇപ്പൊ എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ ലക്ഷം വ്യൂസ് അല്ലേ പറയുന്നത്? ലക്ഷം അതെ views. അതെ അതെ. അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവറ് പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ, നിങ്ങൾക്കറിയാലോ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആൾക്കാർ പറയുന്ന ഒരു പണിയില്ല എന്ന്, പക്ഷെ എന്താ പറഞ്ഞാലേ നമ്മൾ എഴുന്നേറ്റ് എവിടെ നിന്ന് എഫേർട്ട് എവിടെ തലേദിവസം തുടങ്ങുന്ന എഫേർട്ട്, തലേദിവസം നേരത്തെ ഉറങ്ങണം, അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പോയി. തലേന്ന് നേരത്തെ ഉറങ്ങണം, അവിടെ നിന്ന് ഉറങ്ങുന്ന എഫേർട്ട്. അപ്പോൾ ഉറങ്ങുന്ന ഒരു എഫേർട്ട് ആണോ എന്ന് ചോദിക്കൂ. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു എഫേർട്ട്. തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര ശല്യമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ. എല്ലാ തിയേറ്റേഴ്സിലും ഇല്ലേ, കൺജസ്റ്റഡ് ആയുള്ള തിയേറ്റേഴ്സിൽ. പിന്നെ അവിടെ പോയി ഇത് കണ്ടു തീർക്കണ്ടേ. ചില സിനിമകളൊന്നും കണ്ടു തീർക്കാനാവില്ല, ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കിനെ ക്ഷീണിക്കും. പിന്നെ നമ്മൾ ഒരു കോഫിയെ കുടിച്ച് വീണ്ടും ഓണായി ഇരുന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടേ, പിന്നെ എഡിറ്റ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പകുതി ദിവസം കഴിഞ്ഞ്. ഇനി 2 സിനിമയുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് ഇതിൻ്റെ മോഡ് ഓഫിൽ വേണം അടുത്ത സിനിമ കാണാൻ പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരു സിനിമ കാണുക ഭയങ്കര മെനക്കെട. ഏറ്റവും ഈസി എന്താ അറിയോ, സിനിമ കാണാതെ ചെയ്യുന്ന കോണ്ടന്റാണ്. ഇപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാർ സിനിമ കാണുന്നത് കുറച്ചിട്ട് ഇപ്പം സിനിമേതര കോണ്ടന്റ്സ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ്, അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ് ഇല്ല. നമുക്ക് ഇരുന്നൊരു വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്താൽ. പക്ഷെ എല്ലാത്തിനും റിസ്ക് ഉണ്ടേ, എല്ലാത്തിനും എൻ്റെ റിസ്ക്കും എഫേർട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്. അത് വല്ലപ്പോഴും സിനിമ കാണുന്ന ആൾക്കാരെ ഫീൽ ചെയ്യില്ല. കാരണം സാധാരണ ആളുകൾ സിനിമ കാണാൻ പോകുന്ന എപ്പോഴാണ്, ഒരു വീക്കെൻഡിൽ ജോലിയുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പോൾ അവർക്ക് ഈ തിയേറ്ററിനകത്ത് കാരണം കിട്ടുന്ന ഒരു AC-ക്കകത്ത് കയറുന്ന നല്ല സ്മെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പേസ്, ആ കോംഫി സോണിൽ ഇരിക്കുമ്പം തന്നെ അവർക്ക് പിന്നെ ഏത് സിനിമയിലും കൂടുതൽ പെട്ടെന്ന് എൻജോയ് ചെയ്യാനും പറ്റും. മാത്രമല്ല അവർക്ക് ആ ഒരു സുഖം കിട്ടും. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഇത് ഡെയിലി ഇത് 2-3 തവണ നമ്മൾ ഈ സ്ഥലത്ത് പോകുമ്പോഴേ, ആഴ്ചക്ക് 3-4 ദിവസം തിയേറ്റർ പോകുമ്പോഴേ, അത് സ്ഥിരം ഒരേ തിയേറ്റേഴ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈസയുടെ മാത്രമല്ല നോക്കുന്നത്, പിന്നെ ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റിയൊക്കെ ഉള്ള അധികം കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ ക്വാളിറ്റിയാണ്. ഈ ഒരു സിനിമ കണ്ടുവന്നു, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാത്രി 11 റിവ്യൂ അപ്പ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും മിക്കതും വരുന്നത്. അതെ അതെ അതെ. ഈ ഒരു മത്സര ബുദ്ധി ഉണ്ടാവാറ്. ഇപ്പൊ ഉണ്ണി വ്ലോഗ് അപ്പറയുണ്ട്, അതുപോലെ ഷസാം അപ്പറയുണ്ട്. എനിക്ക് ആദ്യം കുറച്ചുകൂടി വ്യൂയിലേക്ക് എത്തും, അങ്ങനെ ഒരു തോന്നല്ല. അല്ല, ഞാൻ എപ്പോൾ ഇട്ടാലും എൻ്റെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്, അവർ വന്നോളും. അശ്വന്തിന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് ആണ്. രാത്രി 12 റിവ്യൂ 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത് അതേപോലെ ശരിയാണെന്നുള്ളതാണ്. അല്ല, അതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എൻ്റെ റിവ്യൂ ഇപ്പോൾ ഉണ്ണിയുടെ റിവ്യൂ കണ്ടാൽ എൻ്റെ റിവ്യൂ കാണും.